7 വാക്യങ്ങളുണ്ടല്ലോ. നമ്മെ മുഖനന്ദിയോടെ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം 11. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കണ്ണുകളെല്ലാം വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഈ സന്ധ്യാസമയത്ത് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ അവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശത്തിനൊരു വലിയ വിടുതലിന് കാരണമായി തീരുമാനിക്കട്ടെ. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുകയില്ല. ദൈവത്തിനോട് സ്തോത്രം ചെയ്യും. ഒരുമിച്ച് നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇതുവരെ ഞങ്ങൾക്ക് പാടി ആരാധിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷാ ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. എങ്കിലും അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഓരോരുത്തരെയും സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം മാത്രമല്ല, കർത്താവിൻ്റെ ദാസന്മാരൊക്കെ എടുക്കുന്നു. നല്ല വചനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് കരങ്ങളെടുക്കണം. അടിയനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അല്പസമയുടെ പാതുകൊണ്ട് തിരികട്ടെ. അനുഗ്രഹത്തോടെ അയക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാത്രിയിൽ നമുക്കൊരുമിച്ച് ഈ ആലയത്തിലായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് വരാൻ കഴിയാതിരിക്കുന്നു. അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊരു വലിയ സന്തോഷം ഞാൻ ചോദിച്ചാൽ, എല്ലാവരെക്കാട്ടിലും നമ്മൾ ഉയർന്നിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാം. ദേശത്തുള്ള സകല ജനങ്ങൾ മൈക്കൊക്കെ വയ്ക്കും, കൊളാമ്പിയൊക്കെ വെച്ചിട്ട് വലിയ സൗണ്ടൊന്നും വേണ്ട. എങ്കിലും കുറച്ചൊക്കെ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പറയും. നമ്മൾ പേടിച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഈ ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേര് ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊരു നാണക്കേടുണ്ട്, ഇതിനകത്ത് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആമേൻ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യാനിടയാകട്ടെ. പ്രിയ ദേവദാസൻ കൂടി നല്ല വചനങ്ങൾ കേൾക്കാൻ പറ്റാൻ നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പ്രസംഗമൊക്കെ കേട്ട് നിങ്ങളൊക്കെ മടുത്ത് കാണുമായിരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ വചനമൊക്കെ കേട്ട് സാക്ഷികൾ കേട്ട് എപ്പോഴും മെഡിക്കൽ കോളേജിൻ്റെ കാര്യമല്ലാതെ കാര്യവും പറയുന്നില്ലല്ലോ. ഇതൊക്കെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിലെ പക്ഷേ അനുഭവിച്ചവനെ അല്ലാത്തവർക്ക് ആർക്കും പറയാൻ ദൈവത്തിൽ ആമേൻ എങ്ങനെയോ വന്നതല്ല, എങ്ങനെയോ കേട്ടിറങ്ങി വന്നതല്ല, അനുഭവത്തിൽ കൂടി വന്ന. അപ്പൊ ആ അനുഭവം ഈ അന്ത്യശ്വാസം വരെയും അത് അതിനകത്ത് ഒരു മാറ്റങ്ങളും ഉണ്ടാകത്തില്ല. അതിന്റെ ലാസ്റ്റ് വാക്യം ഒന്ന് വായിച്ചേ, 7ാം വാക്യം. യഹോവ നീതിമാൻ, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കാണും. ആമേൻ. യഹോവ നീതിമാൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവം നീതിമാൻ, ജീവനുള്ളവൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, കാണുക മാത്രമല്ല, കൂടെ നിൽക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെയാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ആമേൻ സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും വേർപാടിലും നമ്മൾ ആരാധിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരും ആമേൻ പാരമ്പര്യമായിട്ട് വിശ്വാസത്തിലുള്ളവരല്ലായിരുന്നു, പെന്തിക്കോസുകാരല്ലായിരുന്നു, ബൈബിളുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളവരല്ലായിരുന്നു. ദൈവത്തിന് ഒരുപക്ഷെ
ആമേൻ മധ്യ പാസ്റ്റർ വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ ബൈബിൾ കാണുമായിരിക്കാം. ആമേൻ അവിടെ ഒരു പുള്ളിക്കാരനെ വെച്ചിട്ട് കാണും. അതിന് മുമ്പിൽ 91 സങ്കീർത്തനം നിവർത്തി ഒരു മെഴുകുതി, ഇപ്പം മെഴുകുതി കത്തിക്കത്തില്ലായിരുന്നു, ഇപ്പൊ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക. അതങ്ങനെ തന്നെ ഇരിക്കുക. ഇത് പൊടിയൊക്കെ വീണ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ വല്ലപ്പോഴും എടുത്ത് തട്ടി കുടഞ്ഞിട്ട് അച്ചായനടുത്ത് പിന്നെ അങ്ങോട്ട് വെച്ചേക്കും, അത്ര തന്നെ. പക്ഷെ അത് വായിക്കുക, അത് ഉൾക്കൊള്ളുക ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആമേൻ. പക്ഷേ ഈ പുസ്തകം ആമേൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഈ സത്യം നമുക്ക് ആമേൻ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം ദൈവത്തിന്. അപ്പൊ ദൈവം ആമേൻ ഓരോരുത്തരെയും കണ്ടുവച്ചിട്ടുണ്ട്. ആമേൻ. അത് ഇന്നും ഇന്നലെ കണ്ടതല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും പറയട്ടെ, നമ്മുടെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ നമ്മളെ കണ്ടതുകൊണ്ടാ ഈ സന്ദേശം ഇരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ ദൈവമായിട്ട് എന്നാ ഒരു ബന്ധങ്ങളും നമുക്കുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ വായിച്ച വാക്ക് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. അവൻ നേരുള്ളവർ അവന്റെ മുഖം കാണും. നമുക്കൊരാഗ്രഹം നമ്മുടെ അപ്പനെ ഒന്ന് കാണണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിച്ച്, മക്കൾ അവിടെ ഭയങ്കര പ്രകാശം കാണുക. പുള്ളിക്കാരന് ഒരു കളർ മാറുക, അടുത്ത കളർ വരിക, പിന്നെ ഒരു കളർ മാറുക, പിന്നെ ഒരു കളർ വരിക. എല്ലാം ചോദിച്ച് അപ്പോൾ നോക്കുമ്പോൾ കുറെ പേര് ചൂരുമായിട്ട് വരുന്നു. ഇനി ആ പുള്ളി അടിച്ച് പുറത്താക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ ചൂർത്തൊക്കെ വൃത്തിയാക്കണം. അവിടെ വിശത്തോടി നിൽപ്പുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവർ പോകുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. ആമേൻ. പക്ഷെ നമുക്ക് കാണണം എന്നുള്ളൊരാഗ്രഹം. മറ്റൊരു കാര്യം എന്നെ ചോദിച്ചാൽ നമുക്കൊരാഗ്രഹമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ശശിയെ പോലെ തന്നെയായിരിക്കും എന്റെ കർത്താവായ യേശു ക്രിസ്തു. ആരും മിണ്ടുന്നില്ല. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് കഴിയും. നമുക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും അത് പറയാനായിട്ട് കഴിയും. എന്താ കാര്യം? അവന്റെ സ്വന്തം ശായിൽ നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട്. ആമേൻ. അവന്റെ സ്വന്തം ശായിൽ നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, എന്റെ യേശു എന്നെ പോലെ തന്നെയാണെന്നുള്ളത്. ആമേൻ. ആ കർത്താവ് വരാൻ സമയമായി. ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആമേൻ. നമ്മൾ പറയേണ്ട ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിനകത്ത് യാതൊരു മാറ്റമില്ല. 17-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ച് 17-ാം സങ്കീർത്തനം 15-ാം വാക്യം. 17-ാം സങ്കീർത്തനം 15-ാം വാക്യം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. നിന്റെ രൂപം നിന്റെ മുഖം കണ്ട തൃപ്തനാണ്. അമ്മേൻ. ദൈവത്തിന് സ്തോത്രം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് നമ്മുടെ അപ്പനെ ഒന്ന് നേരിട്ട് നമുക്കൊന്ന് കാണണം. ഒരാൾ പറഞ്ഞിട്ടല്ല കാണേണ്ടത്, നമുക്ക് നേരിട്ട് നമ്മുടെ അപ്പനെ കാണണം. ആ ഒരു ആഗ്രഹത്തിലും ആ ഒരു പ്രത്യാശയിലും ആ ഒരു വിശ്വാസത്തിലുമാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യമുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ആ വാക്യം വായിച്ച്. അവൻ 2-ാം വാക്യം വായിച്ച്. ആമേൻ. സ്തോത്രം. സുന്ദരം വായിച്ചു. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ കെട്ടിടത്തിന്റെ അടിയിൽ ഒരു അടിസ്ഥാനം ഇട്ട് വെച്ചിട്ടുണ്ട്. ആമേൻ. ആ അടിസ്ഥാനം ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ 3-ാം നിലയിൽ ഇരിക്കുന്നത്. ഈ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ ഒരിക്കലും ഈ കെട്ടിടം ഇതുപോലെ ഇരിക്കത്തില്ല. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. അത് ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം ശരിയായ നിലയിലായിരിക്കണം. ആമേൻ. ഭാര്യ, ഭർത്താവ്, മക്കൾ, കൊച്ചുമക്കൾ, ഇതെല്ലാം ആമേൻ അവരെല്ലാം എങ്ങനെ ആയിരിക്കണം? ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം. അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം. ആമേൻ. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ രാത്രിയിലെ പ്രിയ ദേവദാസന്റെ സഭയിലായിരുന്നു. ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളെങ്കിലും ഇല്ലേ മക്കളെ? ആമേൻ. നല്ല രീതിയിൽ ആമേൻ ആരാധിക്കാൻ ദൈവം കൃപ നൽകി. ആമേൻ. എന്റെ അനുഭവത്തെക്കുറിച്ച് ചില സാക്ഷികൾ മാത്രം ആമേൻ പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാന്ന് വെച്ചാൽ 3 പാസ്റ്റർമാരുണ്ട്. അപ്പൊ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നതിന് സമയം പോകുന്നവർ പിന്നെ ഓടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പോരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ കഴിഞ്ഞ ദിവസം ആലയത്തിൽ കൂടി വന്നവരെല്ലാം മിക്കവാറും പേര് എന്നെ അറിയുന്നവരാണ്. ആമേൻ. സ്തോത്രം. 36 വർഷത്തിന് മുമ്പ് എങ്ങനെ ജീവിച്ചു എന്നുള്ളതും
അതിനുശേഷം എങ്ങനെയാണെന്നുള്ളതും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒന്നും കൂടെ പറയുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം. ഈ 11-ാം വാക്യം, ആ 11-ാം സങ്കീർത്തനം, ആമേൻ സ്തോത്രം. വലിയ 7 വാക്യങ്ങളും ദൈവമക്കളെ നിങ്ങൾ വീട്ടിൽ പോയി അതൊന്നും കൂടെ വായിക്കണം. ഇന്ന് ഞാൻ വായിച്ചത് നമ്മുടെ എടപ്പാറ സഭയെ ഞാൻ വായിച്ചത് 37-ാം സങ്കീർത്തനമാണ് ഞാൻ വായിച്ചത്. ആമേൻ സ്തോത്രം. ഇന്ത്യയിൽ രൂപങ്ങളുണ്ടോ? എൻ്റെ മോൾ എണ്ണിട്ടിട്ട് ഇന്നത്തെ സങ്കീർത്തനം എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതിൻ്റെ 4-ാം വാക്യം എന്ന് പറഞ്ഞ് മോൾ ആ വാക്യം എടുത്ത് ഇങ്ങനെ വായിച്ച് അവൻ പറയുവാനിടയായി. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ദൈവത്തിന് സ്തോത്രം. മോളുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ 142 സങ്കീർത്തനം വായിക്കണമെന്നാണ് വെളുപ്പിനെ എണ്ണിട്ട് ഞാൻ വായിച്ച് എല്ലാം മനസ്സിലാക്കിയത്. പക്ഷേ ഏലപ്പാറ വന്നപ്പോൾ എനിക്ക് തോന്നി 37-ാം സങ്കീർത്തനം ഞാൻ ഇവിടെ അത് വായിക്കണമെന്നാണ് ഓർത്തത്. അപ്പം പ്രിയ ദേവദാസൻ പറഞ്ഞു 11-ാം വാക്യം എന്ന 15-ാമത്തെ ഞായറാഴ്ചയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ലേലിയ. 37-ാം സങ്കീർത്തനം അതിന് 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. സ്തോത്രം. അല്ലേലിയ. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഉള്ളം അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം പലത് കാണുമായിരിക്കും. ആ ആഗ്രഹം ആരോട് പറയണം? ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോടല്ല, ഭാര്യയോടല്ല, ആമൻ മക്കളോടല്ല, അപ്പനോടല്ല, അമ്മയോടല്ല, മറിച്ചോ അവൻ അതിനേക്കാൾ എല്ലാം ഉപരിയായി സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ ദൈവം അത് ന്യായമെങ്കിൽ അത് നടത്തി തരാൻ ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവൻ ആ ദൈവത്തെയാണ് ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ 11-ാം സങ്കീർത്തനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. കണ്ണുകളടയ്ക്കാം. ഒരുമിച്ച് നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗത്തിന്റെ പിതാവേ, അടിയങ്ങൾ വീണ്ടും ഞങ്ങളുടെ പാതവെള്ളത്തിൽ കടന്നു വന്നു ഈ നല്ല വചനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ചില കാര്യങ്ങൾ മാത്രം അവൻ തന്റെ കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുവാനിടയാക്കി. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, സഭയിലെ ദേവദാസി എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ, പ്രിയ ദേവദാസനെ കൂടി വചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ ദേവദാസനെ ദൈവം കരങ്ങളെടുക്കണം, ബലപ്പെടുത്തണം. പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. Hey,